ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കറൻസി കളക്ഷനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ കാണിച്ചിരുന്നു എൻ്റെ കയ്യിൽ കുറേ കോയിൻ കളക്ഷനും കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കോയിൻസിനെ പറ്റി ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതെടുക്കാം. ഇത് കണ്ടോ, ഇത് UK കോയിനാണ്. കോയിൻ ഈ UK കോയിൻസിനെ അല്ലെ കറൻസിനെ പറയുന്നത് പൗണ്ട് എന്നാണ്. കണ്ടോ, ഈ കോയിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് 2 പൗണ്ടാണ്. ശരിക്കും കറൻസിയുടെ പേരാണ് പൗണ്ട് എന്ന് പറയുന്നത്. അതായത് UK കോയിനെ പറയുന്ന പേര് പെന്നി. അപ്പോൾ 100 പെന്നിയാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. പെന്നി കോയിൻ ഇതിലെവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും, എനിക്ക് പരതണം. അപ്പോൾ ഞാൻ ഈ കോയിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇത് എന്താണ്, UK അടിമ കച്ചവടം നിർത്തലാക്കിയതിൻ്റെ 200ാം വാർഷികത്തോടനുബന്ധിച്ച് UK ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു കോയിനാണ് ഇത്. 1807 അടിമ കച്ചവടം നിർത്തലാക്കുന്നത്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു ചങ്ങല നമുക്ക് കാണാം. ആ ചങ്ങലയിൽ തന്നെ ഇതിൽ നടുക്കത്തെ ചങ്ങല എന്ന് പറയുന്നത് പൊട്ടിയ ചങ്ങലയാണ്. അതായത് അടിമ കച്ചവടം നിർത്തലാക്കിയതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ആ ചങ്ങല അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് an act for the abolition of the slave trade എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് എലിസബത്ത് രാജ്ഞിയുടെ പിക്ചറാണ്. ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇവിടെ ഇതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് am I not a man and a brother. am I not a man and a brother. അതായത് ഇതെന്ന് പറയുന്നത് ഈ അടിമത്ത വിരുദ്ധ പ്രസ്താവനയുടെ മുദ്രാവാക്യമാണ് am I not a man and a brother എന്നുള്ളത്. ശരിക്കും 1807 അടിമക്കച്ചവടം നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും അത് പിന്നെയും അടിമത്തം അവിടെ തുടർന്നിരുന്നു. അപ്പോൾ പൂർണ്ണമായും അടിമത്തം നിർത്തലാക്കിയത് 1833. അപ്പോൾ 1 പൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ മൂല്യം ഏകദേശം 116 രൂപ വരും. അപ്പോൾ 2 പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 236 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇതിനെ ശരിക്കും പറഞ്ഞാൽ പൗണ്ട് സ്റ്റെറിലിംഗ് എന്ന് കൂടെ പറയും. അതായത് സ്റ്റെറിലിംഗ് എന്ന് വെച്ചാൽ ശുദ്ധ വെള്ളിയുടെ ഒരു കൂട്ടിനെയാണ് സ്റ്റെറിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോയിനിൽ 92% റിയൽ സിൽവറും ബാക്കിയുള്ള 8% ചെമ്പുമാണ് ഈ കോയിൻ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ലോഹങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് UK കോയിൻസിന് പൗണ്ട് സ്റ്റെറിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോയിൻ നോക്കാം. ഇതാണ് 1 പെന്നി. അപ്പോൾ ഞാൻ നേരത്തെ UK കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അവിടുത്തെ കോയിൻ നെയിം എന്ന് പറയുന്നത് 1 പെന്നിയാണ്. 100 പെന്നീസ് കൂടുമ്പോഴാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജിബ്രാൾട്ടർ എന്ന രാജ്യത്തിൻ്റെ കോയിനാണ്. ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ അധീനതയിലുള്ള, അതായത് നമ്മളിപ്പോൾ കേന്ദ്രഭരണ പ്രദേശം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബ്രിട്ടനാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ ഇത് സ്ഥിതി ചെയ്തിട്ടുള്ളത് യൂറോപ്പിലാണ്. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു രാജ്യമാണ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കോയിനും UK കറൻസിയും പൗണ്ട് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ബേർഡിൻ്റെ പേരാണ് ബാർബറി പാട്രിറ്റ്സ്. അതായത് ഈ ജിബ്രാൾട്ടറിൻ്റെ നാഷണൽ ബേർഡാണിത്. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്നത് ക്യൂൻ എലിസബത്ത് സെക്കൻഡിൻ്റെ ഫോട്ടോ ആണ് ഇതിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ളത്. 2012 പുറത്തിറക്കിയ കോയിനാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോയിൻ ഇത് യൂറോ സെൻ്റാണ്. ഓക്കെ, 20 യൂറോ സെൻ്റാണ് ഇത് വരുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് കൺട്രിയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് പോർച്ചുഗലിൻ്റെ കോയിനാണ്. അപ്പോൾ ഈ എംബ്ലം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഈ സെൻറ്ററിൽ ആ ഒരു ഉള്ളിലായിട്ട് PORT
PORTUGAL എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് പോർച്ചുഗൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എംബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് രാജാവാണ് അൽഫോൺസോ ഹെൻറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 1142 രാജമുദ്രയും അതിനെ ചുറ്റി 7 കോട്ടകളും അതിനോടൊപ്പം തന്നെ 5 കോട്ട് ഓഫ് ആംസും ആണ് ഈ എംബ്ലത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എണ്ണ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ കാണുന്നുണ്ടോ? 7 കോട്ടകളും 5 കോട്ട് ഓഫ് ആംസും. അതായത് ഈ കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ ഈ പാരമ്പര്യവും തിരിച്ചറിയലും പ്രകടിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. അതായത് ഇതിൽ ഈ പോർച്ചുഗലിൻ്റെ ഈ 5 കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ ചരിത്ര വിജയവും ഐക്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, 20 യൂറോ സെൻസ്. അപ്പോൾ യൂറോയുടെ ഇതെന്ന് പറഞ്ഞാൽ അതായത് 100 യൂറോ സെൻസ് ചേർന്നതാണ് 1 യൂറോ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ യൂറോയുടെ റേറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. ഈ പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് കറൻസി എന്ന് പറയുന്നത് ദിനേറിയോ എന്നാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എനിക്കറിയില്ല. ദിനേറിയോ എന്നൊക്കെ പറയുമായിരിക്കും. അതായത് ഈ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് രാജാവാണ് ഈ കറൻസി, അതായത് ഈ പറഞ്ഞ ദിനേറിയോ എന്ന് പറയുന്ന കറൻസി ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് ഈ യൂറോ, സെൻറ്റ്, യൂറോ എന്നൊക്കെ വന്നിട്ടുള്ളത്. ഈ യൂറോ സെൻറ്റിന് മുന്നേയും എസ്കോഡോ എന്നൊരു പേരും കൂടി ഈ പോർച്ചുഗീസ് കറൻസിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ യൂറോ സെൻറ്റാണ് പോർച്ചുഗലിൻ്റെ കറണ്ട് കറൻസിയുടെ നെയിമായിട്ട് വരുന്നത്. ഓക്കെ, ഇതുണ്ടോ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് 50 പെസോസ് എന്നാണ്. ഇത് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ? ഇതിൽ എഴുതിയിട്ടുള്ളത് ഡി ചിലി എന്നാണ്. അതായത് ചിലി എന്ന രാജ്യത്തിൻ്റെ കോയിനാണ് ഇത്. കോയിനിലുള്ള ഈ മനുഷ്യനെ കണ്ടോ? ഈ മനുഷ്യൻ്റെ പേരാണ് ബെർണാഡോ ഒ ഹിഗിൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇദ്ദേഹം ചിലിയുടെ നാഷണൽ ഹീറോ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ചിലിയുടെ കറൻസീനെ പറയുന്നത് ചിലിയൻ പെസോസ് എന്നാണ്. കോയിൻ ആയാലും കറൻസി ആയാലും പെസോസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ 100 കോയിൻ പെസോസ് ചേർന്നതാണ് ഒരു ചിലിയൻ പെസോ കറൻസി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു യൂറോ സെൻറ്റാണ്. 20 യൂറോ സെൻറ്റാണിത്. അപ്പോൾ ഇത് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് വെച്ചാൽ അതായത് ഇറ്റലിയുടെ കോയിനാണിത്. ഇതിൽ ഈ സൈഡിലായിട്ട് R എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് കാണും. R എന്ന് പറയുന്നത് റോം നഗരത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ ഇവിടെ MAC എന്ന് എഴുതിയിട്ടുണ്ട്. MAC എന്ന് പറഞ്ഞാൽ ഈ കോയിൻ എൻഗ്രേവ് ചെയ്ത ആളുടെ പേരാണ്. അതായത് മരിയ ആഞ്ചലോ കെസോൾ എന്നാണ് ആ വ്യക്തിയുടെ പേര്. പിന്നെ ഇതിലുള്ള ഈ സ്കൾപ്ചറിൻ്റെ പേരാണ് ബെക്കോണി സ്കൾപ്ചർ. അതായത് ഇതിൻ്റെ മീനിങ്, ഈ സ്കൾപ്ചർ മീൻ ചെയ്യുന്നത് യുണീക്ക് ഫോംസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ സ്പേസ് എന്നാണ് ഈ സ്കൾപ്ചറിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇത് 2002 കോയിനാണ്. ഇതാ ഇവിടെ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഈ 1 യൂറോ എന്ന് പറയുന്നത് 102 ഇന്ത്യൻ രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ യൂറോസിൻ്റെ അതായത് 100 സെൻസ് ചേർന്നതാണ് 1 യൂറോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രാജ്യം ഇതേതാണെന്ന് മനസ്സിലായോ? ഇവിടെ എഴുതിയിട്ടുണ്ട് പെറു. ഇത് പെറുവിൻ്റെ കോയിനാണ്. 2012 പുറത്തിറങ്ങിയ കോയിനാണിത്. പെറുവിൻ്റെ ഇതിൻ്റെ കറൻസിയെ പറയുന്ന പേരെന്ന് വെച്ചാൽ സോൾസ് എന്നാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് SOLES, സോൾസ്, ന്യൂവോ സോൾസ്. അതായത് കോയിനെ പറയുന്നതാണ് ന്യൂവോ സോൾസ് എന്ന് പറയുന്നത്. കറൻസിയുടെ പേരാണ് സോൾസ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ 1 സോൾ എന്ന് പറയുന്നത് ഏകദേശം 25.95 INR ആണ്. നെക്സ്റ്റ് നമുക്ക് ഇത്
അതേപോലെ വേറെ ഒരു യൂറോ സെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ്. അതിൽ ഈ സെൻറ്റിൽ എല്ലാത്തിലും ഈ ഒരു ഡിസൈനാണ് ഒരു സൈഡിലുള്ളത്. മറ്റേ സൈഡിലാണ് അത് ഏത് രാജ്യമാണെന്നും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇസ്പാന കാണാൻ പറ്റുന്നുണ്ടാവും, മുകളിൽ ഇസ്പാന എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് സ്പെയിനിൻ്റെ കോയിനാണിത്. സ്പാനിഷ് യൂറോ വെച്ചിരിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് സ്പെയിനിലെ ഒരു ഫേമസ് റൈറ്ററായിട്ടുള്ള മിഗേൽ ഡി സെവൻറ്റസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ 1999 അതായത് ഞാൻ ജനിച്ച വർഷം പുറത്തിറങ്ങിയ കോയിനാണിത്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ കാണിക്കാനുള്ളതാണ്. ഇതിൽ ഓരോന്നൊക്കെ സെയിം കോയിനൊക്കെയാണ്, പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ കുറേ സമയം വേണം. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ.